ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം. 1 മുതലുള്ള വാക്യങ്ങൾ. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയുമായി കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുപ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേം മുതൽ അബ്രാം വരെ. ഷേമിന്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ അർഫാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ് 2-ാം വർഷമായിരുന്നു അത്. അർഫാദിന്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 35 വയസ്സായപ്പോൾ അർഫാദിനും ഷേലാഹ് ജനിച്ചു. ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർഫാദ് 403 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പേലെഗ് ജനിച്ചു. പേലെഗിന്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ പേലെഗിന് റഗു ജനിച്ചു. റഗുവിന്റെ ജനനത്തിന് ശേഷം പേലെഗ് 209 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 32 വയസ്സായപ്പോൾ റഗുവിന് സെരൂഗ് ജനിച്ചു. സെരൂഗിന്റെ ജനനത്തിന് ശേഷം റഗു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30-ാം വയസ്സായപ്പോൾ സെരൂഗിന് നാഹോർ ജനിച്ചു. നാഹോറിന്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിനും തേരാഹ് ജനിച്ചു. തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹോർ 139 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 70 വയസ്സെത്തിയതിന് ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും. ഹാരാന്റെ പുത്രനാണ് ലോത്ത്. തന്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായ്. നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കയുടെയും ഇസ്കായുടെയും പിതാവായ ഹാരാന്റെ മക്കളാണ്. സാറായ് വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായില്ല. തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ മൃതി അടഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല യേശുവേ, അനാഥരും വിധവകളുമായിട്ടുള്ള എല്ലാ മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്കെല്ലാവർക്കും അവരുടെ ഈ ഈശോ കൃപ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അന്നന്ന് വേണ്ട കാര്യങ്ങളെല്ലാം മാനസികവും ശാരീരികമായ ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അങ്ങോട്ട് താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ വിവാഹപ്രായത്തിൽ വിവാഹം നടക്കാതിരിക്കുന്ന അനേകായിരം മക്കളുടെ ഈശോ അവർക്കെല്ലാവർക്കും അനുയോജ്യമായ വധുവരന്മാരെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നല്ല ഈശോയെ ഒരു ജോലിയില്ലാതെ അലയുന്ന അനേകായിരം പേരുണ്ട് ഈശോയെ, അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു ജോലി നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇന്ന ദിവസം ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഇരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ ഇത് കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ അന്നത്തെ കാര്യങ്ങളിലെല്ലാം അതുപോലെ അവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടണമെന്ന് ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ നീ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ ഞങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മൊറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളിച്ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നഗേബിന് നേരെ യാത്ര തുടർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാം ഈജിപ്തിൽ. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായെ വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവൻ്റെ ഭാര്യയാണ്. എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. അവർ ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറോവയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറോവയോട് പുകഴ്ത്തി പറഞ്ഞു. അവൾ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഫറോവ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അവന് ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷേ അബ്രാമിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് ഫറോവയെയും
കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ ചെയ്തത് എന്താണ്? അവൾ തൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിന്റെ ഭാര്യ, അവളെ കൊണ്ട് സ്ഥലം വിടുക. ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയും തൻ്റെ വസ്തുവകളോടുകൂടി കൂടെ യാത്രയാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള ജടിക പാപങ്ങൾക്ക് അടിമയായിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ, അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ അംഗത്താനും അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ അംഗത്താനും ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്കെല്ലാവർക്കും ബുദ്ധി ജ്ഞാനം നൽകി അവർക്ക് പഠിക്കാനുള്ള കഴിവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അംഗത്താനും ഉപേക്ഷിക്കുന്നു. അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് വളരുവാനുള്ള ശക്തിമാർക്ക് നൽകണമേ ഞങ്ങളുടെ അംഗത്താനും ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാമും ലോത്തും. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗേബിൽ നിന്ന് ബദൽ വരെയും ബദലിന് ആയിക്കും മിടുതാൻ ആയിക്കുമിടയ്ക്ക് ബദലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പും കൂടാരം അടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹങ്ങളുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരേസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിൻ്റെ നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരിച്ചെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനോടടുത്ത് കൂടാരം അടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിൽ ഉള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, എല്ലാ വാഹനങ്ങൾ, എല്ലാവിധ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്ക് എല്ലാവർക്കും അപകടങ്ങളും ഒന്നും കൂടാതെ വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്നും അങ്ങോട്ട് ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, പലവിധ കാരണങ്ങളാൽ മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് അവരുടെ മാനസികമായ വിഷമങ്ങൾ മാറ്റി കൊടുക്കണമേ എന്ന് അങ്ങനെ ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവൻ വരാനിരിക്കുന്ന സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ലോകത്തിനെ രക്ഷിക്കുന്നു. ഷീനാർ രാജാവായ അംറാഫേൽ, എലാസർ രാജാവായ അരിയോക്ക്, എല്ലാം രാജാവായ ലവോമർ, ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദോം രാജാവായ ബേറ, ഗോമേറ രാജാവായ ബീർഷ, അദ്മ രാജാവായ ഷിനാബ്, സെബോയിം രാജാവായ ഷെമേബർ, ബേല അതായത് സോവർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരന്നു. അതിപ്പോൾ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം ലവോമറിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ 13-ാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി. 14-ാം വർഷം കെദോർലാവോമറും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ ചെന്ന് അഷ്തരോത്ത്, കർണായിമിൽ, റഫായിമുകളെയും ഫാമിൽ, സൂസിമുകളെയും, ഷാവെ, കിരിയാത്തായിമിൽ, എമ്മുകളെയും, സെയിർ മലകളിൽ ഹോര്യരെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപാരൻ വരെയെത്തി. അവർ പിന്തിരിഞ്ഞ് എൽ മിഷ്പാത്തിൽ അതായത് കാദേശിൽ ചെന്ന് അമേരിക്കരുടെ നാട് കീഴടക്കി. ഹസ്സോൻ തമാറിൽ പാർത്തിരുന്ന അമേര്യരെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗൊമോറ, അദ്മ, സെബോയിം, ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീം താഴ്വരയിൽ ഏല രാജാവായ ലവോമർ, ഗോയിം രാജാവായ തിദാൽ, ഷീനാർ രാജാവായ അംറാഫേൽ, എലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ സിദ്ദീം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു. സോദോമിലെയും ഗൊമേറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗൊമോറയിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരം അറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിന്റെയും അനേറിന്റെയും സഹോദരനായ മാമ്രെ എന്ന അമേരിന്റെ ഓക്കുമരത്തോപ്പിനോടടുത്താണ് അബ്രാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ച് ദമാസ്കസിനും വടക്കുള്ള
ഹോബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാർച്ചക്കാരായ ലോത്തിനെയും അവന്റെ വസ്തുവകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മെൽക്കിസദേക്ക് ഈശോയെയും സഭയെയും സഭാപിതാക്കന്മാരെയും എല്ലാ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ എല്ലാ ആത്മായരെയും എല്ലാ ധ്യാനഗുരുക്കന്മാരെയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഇനിയും കൂടുതൽ കൃപ നൽകി അവരനുഗ്രഹിക്കണമെന്നും അവരുടെ കർമ്മങ്ങളെല്ലാം അനുഗ്രഹമാകണമെന്നും അനുഗ്രഹമാക്കണമെന്ന് അങ്ങയുടെ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നതിന് വരാനിരിക്കുന്ന സർവ്വശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നല്ല ഈശോയെ എല്ലാ ഭരണാധികാരികളെയും എല്ലാ മേലുദ്യോഗസ്ഥന്മാരെയും അതിർത്തി കാക്കുന്ന എല്ലാവരെയും ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവെ അവർക്കെല്ലാം അവർ ചെയ്യുന്ന ജോലിയും പ്രവൃത്തികളെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായി നല്ല രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ താഴ്മ ഉപേക്ഷിക്കുന്നത് വഴി അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്നും അങ്ങനെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ ഇന്ന ദിവസം ഇന്ന ദിവസം പുതിയതായി ചെയ്യാനെങ്കിൽ ജോലികളും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഈശോയെ അങ്ങനെയൊക്കെ സമർപ്പിക്കുന്ന യേശുവെ അവരെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവ്വശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്നവന്റെ സർവ്വശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവ്വശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. മെൽക്കിസദേക്ക് കേദോർ ലവാമറയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സേദം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവി താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവ് മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. സോദം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാം സോദം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കു മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാത്രമേ തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനുമായിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർവ്വശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർവ്വശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനുമായിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർവ്വശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.